ഓക്കെ, ഞാൻ എൻ്റെ ആമസോണിൻ്റെ ഫയർ ടി വി സ്റ്റിക്ക് റീപ്ലേസ് ചെയ്തിട്ട് ആപ്പിളിൻ്റെ ഒരു ഡിവൈസ് വാങ്ങിച്ചു. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഡിവൈസ്. ഇതിൻ്റെ പേരാണ് ആപ്പിൾ ടി വി. അപ്പോൾ ആപ്പിൾ ടി വി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ഡിവൈസ്. നമുക്ക് ആ ഡിവൈസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നോർമൽ ടി വി, ഒരു നോർമൽ ഡിസ്പ്ലേനെ ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെയാണുള്ളത്, ആപ്പിൾ എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കാണാം. ഞാൻ പർച്ചേസ് ചെയ്തത് ആപ്പിൾ ടി വി 4K എന്ന് പറയുന്ന മോഡലാണ്. അത് എതർനെറ്റ് പ്ലസ് വൈഫൈ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇതിനകത്തൊരു 128 GB സ്റ്റോറേജ് സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ MRP വരുന്നത് 16,900 ആണ് ആപ്പിളിൻ്റെ സൈറ്റിൽ വരുന്നത്, ഒഫീഷ്യൽ സൈറ്റിൽ വരുന്നത്. ഞാനിത് പർച്ചേസ് ചെയ്തത് ആപ്പിളിൻ്റെ സൈറ്റിൽ നിന്നല്ല, ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് ഐ ഗോട്ട് ഇറ്റ് ഫോർ അറൗണ്ട് 15,000. സോ അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മെയിനായിട്ട് നമ്മുടെ ഡിവൈസാണ് ഫസ്റ്റ് തന്നെ. അത് വെൽ പാക്ക്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോർമലി ആസ് യൂഷ്വൽ എല്ലാ ആപ്പിൾ ഡിവൈസും എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ. ഇപ്പോൾ ഇതൊരു സാറ്റിസ്ഫൈങ് സ്റ്റേജാണ് നമുക്കിതിൻ്റെ ഫിലിം റിമൂവ് ചെയ്യുന്നത് ഒരു സാറ്റിസ്ഫൈങ് സ്റ്റേജ് ആയിട്ടാണ് എല്ലാ ആപ്പിൾ എന്തൂസിയാസമുള്ള ആൾക്കാരും കാണുന്നത്. നല്ലൊരു നീറ്റ് ക്വാളിറ്റി ആൻഡ് ഫിനിഷിലാണ് ഡിവൈസ് വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ടോണാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് വരുന്നത്, ബ്ലാക്ക് ടോണാണ്. അതേപോലെ തന്നെ റിമോട്ട് വരുന്നത് സിൽവർ ടോണിലാണ്. ഒരു സ്പേസ് ഗ്രേ അല്ലെങ്കിൽ മിഡ് നൈറ്റ് ബ്ലാക്ക് അങ്ങനെയൊക്കെ പറയാം. നെക്സ്റ്റ് നമുക്കൊരു റിമോട്ടാണ്. റിമോട്ട് നമ്മൾ നോർമലി ഇതുവരെ കണ്ടിട്ടുള്ള റിമോട്ട് പോലത്തെ റിമോട്ടല്ല. ഇതൊരു മെറ്റൽ ബോഡി റിമോട്ടാണ്. അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഫിസിക്കൽ ബട്ടൺസ് എന്ന് പറയുന്നത് ഒരു ക്ലിക്ക് പാഡ്, അതേപോലെ തന്നെ ഒരു ബാക്ക് ബട്ടൺ, പിന്നെ ഹോം ബട്ടൺ, വോളിയം കൺട്രോൾ, പോസ് ആൻഡ് പ്ലേ, മ്യൂട്ട് ബട്ടൺ. പിന്നെ സൈഡിലായിട്ട് സിരീൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്, അതേപോലെ തന്നെ പവർ ബട്ടൺ. പിന്നെ ഇത് ചാർജിങ് ഡിവൈസ് ആണ്. അതായത് ഇതിനകത്തൊരു ബാറ്ററി ആയിട്ടല്ല വരുന്നത്. നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചാർജ് ചെയ്യുന്നത് അതേപോലെ USB-C ടൈപ്പ് വഴി ചാർജ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പേപ്പർ വർക്ക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, റിമോട്ടിൻ്റെയും ഡിവൈസിൻ്റെയും മെയിനായിട്ടുള്ള ആ ഒരു ബട്ടൺസ് എന്താണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ അതിൻ്റെ പവർ കോഡ് മാത്രമാണ് വരുന്നത്. പവർ കോഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നോർമലായിട്ടുള്ള ഒരു ഇന്ത്യൻ ടൈപ്പ് പവർ കോഡ് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് എക്സ്ട്രാ നമുക്ക് HDMI കേബിളും അതേപോലെ തന്നെ എതർനെറ്റാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എതർനെറ്റിൻ്റെ കേബിളും വേണം. അത് നമ്മൾ സെപ്പറേറ്റ് ബൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് സെറ്റപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ എങ്ങനെയാണോ ഒരു ആപ്പിൾ ഡിവൈസ് സെറ്റപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ്, ദെൻ റീജിയൺ, കൺട്രി, ഈ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അതിൻ്റെ ആ എഗ്രിമെൻറ്റ്സും കാര്യങ്ങളെല്ലാം എഗ്രി ചെയ്യുക. പിന്നെ നമ്മളുടെ ഡിവൈസുമായിട്ട് ഇത് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളുടെ ഡിവൈസ് നമ്മളുടെ മൊബൈലോ അല്ലെങ്കിൽ ഐപാഡോ നമ്മുടെ ആപ്പിൾ ടി വിൻ്റെ അടുത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തൊരു 4 ഡിജിറ്റ് കോഡ് വരും. അത് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ആപ്പിൾ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്തത് എൻ്റെ ഐപാഡ് വെച്ചിട്ടാണ്. കാരണം മൊബൈൽ ഫോണിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട്. പിന്നെ നമ്മളതിന് നമ്മുടെ റൂം സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ഹോം സിനിമ എന്ന് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഡാഷ് ബോർഡ് വരുന്നത്. ഇനീഷ്യലി ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ വരുന്നൊരു ഡാഷ് ബോർഡ് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആപ്പിൾ ടി വി എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ അതിനകത്ത് ഓൾറെഡി ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ടാവും, ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രീവിയസ് ആമസോൺ ടി വി ഡിവൈസുമായിട്ട് നോക്കുമ്പോൾ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റിയിലും അതേപോലെ തന്നെ അതിൻ്റെ UI-യിലുമാണ്. മെയിനായിട്ട് UI പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ലീൻ ആൻഡ് മിനിമലാണ്. ആപ്പിൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ അത് ഇതിനകത്തും അവർ അതേപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ആപ്പിൾ ടി വി സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയാണോ എൻ്റെ ബാക്കി ഡിവൈസസ് യൂസ് ചെയ്യുന്നത് അതേപോലെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഈസിയാണ്, വളരെ ഈസിയാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ
നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കാലം യൂസ് ചെയ്ത ശേഷം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് ബെനിഫിറ്റ് ആണോ വാങ്ങിച്ചു കഴിഞ്ഞാൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാനിത് വാങ്ങാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫയർ ടി വി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാനിത് എടുത്തത്. ഫയർ ടി വി എനിക്ക് യൂഷ്വലി ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഒക്കെ മാക്സിമം കിട്ടാറുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ടു എ നെക്സ്റ്റ് 5 ഇയേഴ്സ് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ലെറ്റ്സ് സീ, എന്തായാലും നോക്കി കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.